നമസ്കാരം. താമരശ്ശേരിയിലെ വിദ്യാർത്ഥി ഷഹബാസിന്റെ മരണത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. താമരശ്ശേരി ഇൻസ്പെക്ടർ സായുജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മരിച്ച ഷഹബാസിന്റെ ബന്ധുക്കളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. നഞ്ചക്ക് കൊണ്ട് തലയ്ക്കേറ്റ ക്ഷതമാണ് ഷഹബാസിന്റെ മരണ കാരണമെന്നാണ് ഡോക്ടർമാർ നൽകുന്ന പ്രാഥമിക വിവരം. വിദ്യാർത്ഥികൾക്കെതിരെ കൊലക്കുറ്റവും ചുമത്തിയിട്ടുണ്ട്. ഫെയർവെൽ പാർട്ടി നടന്ന ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥിയായിരുന്നില്ല ഷഹബാസ്. കൂടുതൽ വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട സംഘർഷമായതിനാൽ തന്നെ അവരെ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം നടന്നു വരികയാണ്. മുതിർന്നവർ ഈ സംഘർഷത്തിൽ ഇടപെട്ടിട്ടുണ്ടോ എന്നാണ് ഷഹബാസിന്റെ രക്ഷിതാക്കളുടെ ആരോപണം. എന്നാൽ സംഭവത്തിൽ സംഘർഷത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളുടെ ശബ്ദ സന്ദേശങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. ഇത്തരം സോഷ്യൽ മീഡിയ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ മുതിർന്നവർ ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും വിദ്യാർത്ഥികളുടെ കയ്യിൽ നഞ്ചക്ക് പോലുള്ള ആയുധം എത്തിയതിന് പിന്നിലും ആരുടെയെങ്കിലും സഹായമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുകയാണ്. ഇളയറ്റിൽ വട്ടോളിയിലെ MJ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയാണ് ഷഹബാസ്. താമരശ്ശേരി വ്യാപാര ഭവനിൽ വെച്ച ട്രിസ് ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ യാത്രയയപ്പ് പരിപാടിയോടെയായിരുന്നു സംഘർഷത്തിന് തുടക്കമായത്. സംഭവത്തിൽ കേസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച ട്യൂഷൻ സെന്ററിലെ യാത്രയയപ്പിനിടെ ഉണ്ടായ പ്രശ്നങ്ങളുടെ തുടർച്ചയായി വ്യാഴാഴ്ച വൈകുന്നേരം താമരശ്ശേരി ടൗണിൽ വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടുകയായിരുന്നു. MJ ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികൾ ഡാൻസ് കളിക്കുമ്പോൾ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏതാനും വിദ്യാർത്ഥികൾ കൂകിയതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത്. ഇതിന് പകരം വീട്ടാൻ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി കൂടുതൽ കുട്ടികളെ വിളിച്ചു വരുത്തിയാണ് ഇരു വിഭാഗങ്ങൾ ഏറ്റുമുട്ടിയത് എന്ന് പോലീസ് പറഞ്ഞു. ഇവരുടേതായി പ്രചരിക്കുന്ന ശബ്ദ സന്ദേശത്തിൽ ഗൂഢാലോചനയും ആസൂത്രണവും വ്യക്തമാണ്. താമരശ്ശേരി വിദ്യാർത്ഥി സംഘർഷത്തിന് ശേഷം ഷഹബാസ് കൂട്ടുകാരനൊപ്പം സ്കൂട്ടറിൽ പോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വീട്ടിലേക്ക് കയറുമ്പോൾ കുട്ടി അവശനായിരുന്നു. ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ഷഹബാസിന് ബോധം ഉണ്ടായിരുന്നില്ല എന്ന് ആശുപത്രിയിൽ എത്തിച്ച മുഹമ്മദ് സ്വാലിഖ് പറഞ്ഞു. സംഘർഷത്തിന് ശേഷം കൂടെ ഉണ്ടായിരുന്ന കുട്ടിയാണ് വീട്ടിലേക്ക് എത്തിച്ചത്. കുട്ടികൾക്കിടയിൽ മുൻപും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും സ്വാലിഹ് കൂട്ടിച്ചേർത്തു. അതേസമയം വിദ്യാർത്ഥി സംഘർഷം അധ്യാപകർ ഇടപെട്ട് അവസാനിപ്പിച്ചിരുന്നുവെന്ന് ട്രിസ് ട്യൂഷൻ സെന്റർ പ്രിൻസിപ്പൽ പറഞ്ഞിട്ടുണ്ട്. പ്രശ്നം ഒഴിവാക്കാൻ ഇതിൽ ഒരു വിഭാഗം വിദ്യാർത്ഥികളെ അധ്യാപകർ തന്നെ കാറിൽ അവരുടെ വീട്ടിൽ എത്തിച്ചിരുന്നു. ഈ വിദ്യാർത്ഥികളോട് ഇനി ക്ലാസ്സിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന കർശന നിർദ്ദേശവും നൽകി. സംഘർഷത്തിൽ ഏർപ്പെട്ടിരുന്നവരിൽ വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥികളെന്നും പ്രിൻസിപ്പൽ അരുൺ സത്യൻ പ്രതികരിച്ചിരുന്നു. ഷഹബാസ് ഒരു പ്രശ്നക്കാരനായ ഒരു വിദ്യാർത്ഥി അല്ലായിരുന്നുവെന്ന് ഇളയറ്റി വട്ടോളി MJHSS പ്രധാന അധ്യാപിക മിനി JEയും പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി 12:30ഓടെയാണ് ഷഹബാസ് മരിക്കുന്നത്. അതിനിടെ അക്രമി സംഘത്തിൽപ്പെട്ടവരുടെ ഇൻസ്റ്റാഗ്രാം ചാറ്റ് പുറത്തു വന്നതാണ് നിർണായകമായത്. ഷഹബാസിനെ കൊല്ലും എന്ന് പറഞ്ഞാൽ കൊല്ലും, കേസൊന്നും ഉണ്ടാകില്ല എന്നും വിദ്യാർത്ഥികൾ പറയുന്ന ഞെട്ടിക്കുന്ന വോയിസ് ചാറ്റാണ് പുറത്തു വന്നത്. അക്രമത്തിന് ശേഷം ഷഹബാസിന്റെ ഫോണിലേക്ക് വിദ്യാർത്ഥികളിൽ ഒരാൾ അയച്ച ഫോൺ ശബ്ദ സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട്.